ഹായ് എവ്രി വൺ. ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡിൻ്റെ 10th ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് സിലബസ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സെർട്ടൻ ടോപ്പിക്സ് ഓൾറെഡി ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, സെക്കൻഡ് വൺ ഇസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻസ്, തേർഡ് വൺ ഇസ് കോർഡിനേറ്റ് ജോമെട്രി, ഫോർത്ത് വൺ ഇസ് പോളിനോമിയൽസ്, ഫിഫ്ത്ത് വൺ ട്രിഗ്നോമെട്രി, സിക്സ്ത് വൺ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ്, സെവൻത്ത് വൺ പ്രോബബിലിറ്റി, എയ്ത്ത് വൺ ഇസ് ജോമെട്രി ആൻഡ് നയൻത്ത് വൺ ഇസ് അൽജിബ്ര. നമുക്ക് ഈ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കാണാം. ഫസ്റ്റ് വൺ ഇസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നറിയണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഫാക്ടറൈസ് ചെയ്യാൻ അറിയണം. അതിൻ്റെ സീറോസ് എന്തൊക്കെയാണ്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, ഏതൊക്കെ മെത്തേഡിൽ കണ്ടുപിടിക്കാം. നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാം. അതിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ax² + bx + c = 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഫോർമുലയുണ്ട്. അത് വെച്ച് അതിനെ സോൾവ് ചെയ്യാം. എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ നേച്ചർ, റിയൽ സൊല്യൂഷനാണോ, ഈക്വൽ സൊല്യൂഷനാണോ, അതോ കോംപ്ലക്സ് സൊല്യൂഷനാണോ, ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ. നേച്ചർ ഓഫ് റൂട്ട്സ് എന്ന് നമ്മൾ പറയും. നേച്ചർ ഓഫ് റൂട്ട്സ് അറിയണം. അത് ഡിസ്ക്രിമിനൻ്റ് വെച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസ്ക്രിമിനൻ്റ് എന്നറിയണം. ആൻഡ് റൂട്ട്സും കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ, സം ഓഫ് റൂട്ട്സ് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താണ്, അതിന് കോഎഫിഷ്യൻസ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, എങ്ങനെയാണ് നമ്മൾ വേർഡ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വേർഡ് പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ഫോം ചെയ്യാൻ പറ്റണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേർഡ് പ്രോബ്ലംസിൽ നിന്ന് അനലൈസ് ചെയ്ത് ഫോം ചെയ്യണം. എങ്ങനെ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മിനിമം വാല്യൂ എന്താ, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കുന്നത്. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കിയിട്ട് അതിൻ്റെ മിനിമം വാല്യൂ എന്താണ് കിട്ടുന്നത്, ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും. ആൻഡ് ദെൻ ഗ്രാഫ് എങ്ങനെയാണ്, അപ്വേർഡ് ആണോ, യു ഷേപ്പാണ്. നമുക്ക് മൊത്തത്തിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കൊരു യു ഷേപ്ഡ് ഗ്രാഫാണ്. അത് അപ്വേർഡ് ആണോ, അപ്വേർഡ് യു ആണോ, ഡൗൺവേർഡ് യു ആണോ, എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് എക്സ് ആക്സിസിന് മേലെയാണോ, എക്സ് ആക്സിസിന് താഴെയാണോ, അതോ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രാഫ്, ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഗ്രാഫ് എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ആൻഡ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. എ പിയിൽ അതിൻ്റെ എന്താണ് എ പി, എന്താണ് കോമൺ ഡിഫറൻസ്, എന്താണ് nth ടേം, സം ടു n ടേംസ് ഓഫ് ആൻ എ പി എന്താണ്, ഇതിനെല്ലാം ഫോർമുലയുണ്ട്. അപ്പോൾ nth ടേം കണ്ടുപിടിക്കാനും സം ടു n ടേംസ് കണ്ടുപിടിക്കാനും നമുക്കറിയണം. ഈ ഒരു ഫോർമുലയിൽ നമുക്കിപ്പോൾ 2 ക്വാണ്ടിറ്റി തന്നിട്ട് മൂന്നാമത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് പറ്റണം. സം ടു n ടേംസും എയും ഡിയും അറിയാമെങ്കിൽ എന്തറിയണം, n കണ്ടുപിടിക്കാനും അറിയണം. ഇത്രയും കാര്യങ്ങളാണ് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത ടോപ്പിക്ക് കോർഡിനേറ്റ് ജോമെട്രിയാണ്. നമുക്ക് XY പ്ലെയിനൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൽ കോർഡിനേറ്റ് പ്ലെയിനിൽ പോയിൻറ്റ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിനോടൊപ്പം തന്നെ നമുക്കുള്ളത് എന്താണ്, ഡിസ്റ്റൻസ് ഫോർമുല അറിഞ്ഞിരിക്കണം. 2 പോയിൻ്റ് x1 y1 x2 y2 തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സെക്ഷൻ ഫോർമുലയുണ്ട്. നമുക്ക് ഇൻറ്റേർണൽ ഒരു ഡിവിഷനുണ്ട്, എക്സ്റ്റേണൽ ഒരു ഡിവിഷനുണ്ട്. m/n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് 2 സെക്ഷൻ ഫോർമുല നമുക്കറിയാം. ആ സെക്ഷൻ ഫോർമുല അറിഞ്ഞിരിക്കണം. ആൻഡ് ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു കോർഡിനേറ്റ് ജോമെട്രിയിൽ 3 വേർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആ വേർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങളെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ കോർഡിനേറ്റ് ജോമെട്രിയിൽ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയണം. സെക്ഷൻ ഫോർമുലയും ഡിസ്റ്റൻസ് ഫോർമുലയും എല്ലാം അറിയണം. ആൻഡ് ദെൻ പോളിനോമിയൽസ് ആണ്. ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് ഉണ്ട് ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. മോണോമിയൽ ഉണ്ട്, ബൈനോമിയൽ ഉണ്ട്, ട്രൈനോമിയൽ ഉണ്ട്, മൾട്ടിനോമിയൽ ഉണ്ട്. അങ്ങനെ ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് ഉണ്ട്. ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതിൽ അറ്റ് എ പോയിൻ്റ് x=a അതിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അറിയണം. പോളിനോമിയലിൻ്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കും, വലിയ ഡിഗ്രി പോളിനോമിയലല്ല എന്നാലും സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി പോളിനോമിയൽ വരെ അതിൻ്റെ സീറോസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ആ സീറോയുടെ എല്ലാം ജോമെട്രിക്കൽ മീനിങ് എന്താണ്, എങ്ങനെയാണ് പോളിനോമിയൽസ് ഫാക്ടറൈസ് ചെയ്യുന്നത്, പോളിനോമിയൽസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പോളിനോമിയലിൽ നമുക്കുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ട്രിഗ്നോമെട്രി ആണ്. നമ്മൾ സൈൻ, കൊസൈൻ, ടാൻജൻ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഇപ്പോഴാണ്.
ടെൻത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം നമ്മൾ പറയുന്നത്. അത് നമ്മൾ ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടാണ് ഈ റേഷ്യോസ് എല്ലാം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്റ്റാൻഡേർഡ് വാല്യൂസ് നമ്മൾ അറിയണം. അറ്റ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, ഇതിൻ്റെ ഒരു പീരിയഡ് ഉണ്ട്. ആ പീരിയഡിൽ എങ്ങനെയാണ് ഇത് വേരി ചെയ്യുന്നത്, സൈനിൻ്റെ പീരിയഡ് എന്താണ്, കോസിൻ്റെ പീരിയഡ് എന്താണ്, ആൻഡ് ദെൻ ടാനിന് എന്തെങ്കിലും പീരിയഡ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ ബേസിക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അതിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് ഫോർ എനി വാല്യൂ ഓഫ് എക്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ ടാനും റെസിപ്രോക്കലായിട്ടുള്ള റേഷ്യോസ് ഉണ്ട്. സൈനിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക്, കൊസൈൻ്റെ റെസിപ്രോക്കൽ സീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കൽ കോട്ട്. ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ട്രിഗണോമെട്രിക് റേഷ്യോസ് വെച്ചിട്ട് ഹൈറ്റ്, ഡിസ്റ്റൻസ്, എലവേഷൻ, ഡിപ്രഷൻ, ആംഗിളൊക്കെ തന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അവിടെ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് 6th ടോപ്പിക് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ആൻഡ് വോളിയം ആണ്. നമുക്ക് സർഫസ് ഏരിയയും വോളിയം 3D ഷേപ്സിൻ്റെ സർഫസ് ഏരിയയും വോളിയം ആണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഒരുപാട് 3D ഷേപ്സ് നമുക്കറിയാം. ക്യൂബ് ഉണ്ട്, ക്യൂബോയിഡ് ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, കോൺ ഉണ്ട്, സ്ഫിയർ ഉണ്ട്, ഹെമിസ്ഫിയർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എല്ലാം സർഫസ് ഏരിയയുടെ ഫോർമുല, ദെൻ വോളിയത്തിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. ഇത് മാത്രമല്ല കമ്പൈൻഡ് സോളിഡ്സ് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു കോണിൻ്റെ മേലെ ഒരു ഹെമിസ്ഫിയർ വയ്ക്കും. അങ്ങനെ കമ്പൈൻഡ് സോളിഡ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ് സർഫസ് ഏരിയയും വോളിയം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സോളിഡിനെ മറ്റൊരു സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു സിലിണ്ടറിനെ റീകാസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ സ്ഫിയേഴ്സ് ഉണ്ടാക്കി. ആ സ്ഫിയേഴ്സിന് ഇത്ര റേഡിയസ് ആണ്, അങ്ങനെയാണെങ്കിൽ എത്ര സ്ഫിയേഴ്സ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം ഇങ്ങനെ കൺവേർഷൻ ഓഫ് വൺ സോളിഡ് ടു അനദറിൽ വരുന്നത്. പിന്നീട് നമുക്ക് അവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫ്രസ്റ്റം ഓഫ് എ കോണാണ്. അതിൻ്റെ സർഫസ് ഏരിയയും വോളിയം, ഫ്രസ്റ്റത്തിൻ്റെ സർഫസ് ഏരിയയും വോളിയം രണ്ടിനും ഇക്വേഷൻ ഉണ്ട്. അതും ഈ ഒരു പോർഷനിൽ നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഈവൻസ് എന്താണ്, സാമ്പിൾ സ്പേസ് എന്താണ് ഫേവറബിൾ ഔട്ട്കംസ് എന്താണ്, ടോട്ടൽ ഔട്ട്കംസ് എങ്ങനെയാണ്. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യൻസ് കോയിൻസ്, ഡൈസ്, കാർഡ്, നമ്പേഴ്സൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ ഡൈസ് ആണെങ്കിൽ പോലും 6 വീഴാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ 2 ഡൈസ് അറ്റ് എ ടൈം ഇത് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് വരുന്നത്, 2 നമ്പേഴ്സ് സം എടുത്താൽ ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാനും ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണമെന്ന് കണ്ടുപിടിക്കാനും എല്ലാം അറിയണം. മെയിനായി ഡൈസ്, കോയിൻ, കാർഡ്സാണ് മെയിനായിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജോമെട്രിയാണ്. നമുക്ക് ജോമെട്രിയിൽ ട്രയാങ്കിൾസ്, നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന ട്രയാങ്കിൾസിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് അറിയണം. അതുപോലെ സർക്കിൾസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 9th നിങ്ങൾ പഠിക്കുന്ന കുറച്ച് റിസൾട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള സർക്കിളിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നീട് ജോമെട്രിയിൽ വരുന്ന ഒരു കാര്യമാണ്, സർക്കിൾ വരുന്നത് കൊണ്ട് പറയുന്നതാണ്. സർക്കിളിൽ നമുക്ക് സർക്കം സർക്കിളൊക്കെ, ട്രയാങ്കിളും സർക്കിളും കൂടിയും കണക്ട് ചെയ്തിട്ട് വരുമ്പോൾ സർക്കം സർക്കിളൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സർക്കം സർക്കിളൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെയൊക്കെ റേഡിയസ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജോമെട്രി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണ്, അതും ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതെല്ലാം ഈ പറയുന്ന ബേസിക് ജോമെട്രിയിൽ ഇതൊരു എന്താ പറയുക, നിങ്ങൾ ബേസിക്കായിട്ട് മുൻ വർഷങ്ങളിൽ പഠിച്ചതെല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റായിട്ട് വേണമെങ്കിൽ ഈ ജോമെട്രി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അൾജിബ്രയാണ്. അൾജിബ്രയിൽ നമുക്ക് ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്യാനും ബേസിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനും അറിയണം. വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും മെയിനായിട്ട് അൾജിബ്രയിൽ ചോദിക്കുന്നത്. നമുക്ക് ആ ഒരു വേർഡ് പ്രോബ്ലത്തിനെ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാനും ദെൻ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുമാണ് മെയിനായിട്ട് അറിയേണ്ടത്. നമുക്കപ്പോൾ 10th സിലബസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, സീക്വൻസ് ഉണ്ട്, സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് ഉണ്ട്. അതുപോലെ ജോമെട്രി ആൻഡ് കോർഡിനേറ്റ് ജോമെട്രിയിൽ അത്യാവശ്യം റിസൾട്ടുകൾ നല്ലോണം പഠിക്കുവാനുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമുക്കിതിൻ്റെ
സാമ്പിളായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. A 2-digit number is such that the product of its digits is 24 and the sum of the numbers and the number formed by reversing its digits is 121. What is the original number? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. The first term of an AP is 7. If the 6th term is 27, how many terms of the AP must be added to get a total sum of 636? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. AP-യിലൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് ഇക്വേഷൻസിലേക്ക് വരുമ്പോഴുള്ളൊരു ക്വസ്റ്റ്യനാണ് ആദ്യം കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കുക, സിലബസ് എല്ലാം കവർ ചെയ്യുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ എവരി വൺ. താങ്ക് യു.